എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ തന്നെയാണ്. അപ്പോൾ രേണു വലിയൊരു പ്രശ്നത്തിലൊക്കെ ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുവാണ്. അത് എന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് കൊണ്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രേണുവിനോട് ഒരുപാട് പ്രിയമുള്ളവർ ഈ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. നിങ്ങൾ കാണാതെ പോകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു സങ്കടവും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇഷ്ടപ്പെട്ട് കാണുന്നവർ മാത്രം വന്നാൽ മതി. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. എന്നാലും ഇതിൻ്റെ തവനയിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ രേണുവിനെ പറ്റി പറയാൻ പോകുന്നത് എന്നാന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരുപാട് പ്രിയമുള്ളവരൊക്കെ മാറിയിരിക്കുക. ഇപ്പോഴും അവളുടെ മൂട് താങ്ങി നടക്കുന്ന കുറേ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഇതിനൊക്കെ ഇതുവരെ തലയിൽ വെട്ടം വീണിട്ടില്ല. കാര്യം അത് വെട്ടം വീഴേണ്ട ഇനി ഒരുപാട് സമയങ്ങൾ എടുക്കും. എന്നാൽ അത് അന്നേരത്തേക്ക് ഒരുപാട് പേരൊക്കെ അങ്ങ് ഇതായി പോകും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇവളോട് അന്ധമായിട്ട് കുറേ പേര്, ഇനി നമുക്ക് അറിയാനൊക്കത്തില്ല കേട്ടോ ഇവളെ ആരാധിക്കുന്നവരാണോ അതോ ഇവരുടെ തന്നെ കുറേ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഉണ്ടാക്കുന്ന കുറേ ഫേക്ക് ഐ ഡി ആണോ എന്നും നമുക്ക് അറിയാനൊക്കത്തില്ല. അവർ നിർത്തിക്കുന്ന കുറേ ആൾക്കാരാണോ എന്നും നമുക്കറിയാനൊക്കത്തില്ല. എന്നാണേലും എൻ്റെ വീഡിയോയിൽ വന്നിച്ച് കമൻറ്റ് ഇടുന്നവർക്ക് ശരിക്കും ഞാൻ കൊടുക്കുന്നുണ്ട് റിപ്ലൈ. ശരിക്കും ഞാൻ കൊടുത്തേ വിടത്തുള്ളൂ റിപ്ലൈ. ഓരോരുത്തരും പല ഇത് വരുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് ഡോളർ വരുന്നില്ലായിരുന്നെങ്കിൽ പാട്ട് നിങ്ങൾക്കൊക്കെ നാണമില്ലേ പറയാനായിട്ട്. യൂട്യൂബിൽ നിന്ന് ഡോളർ വരുന്നതിന് മുമ്പ് ഇവിടെ ആരും ജീവിച്ചിട്ടില്ലേ? പക്ഷേ ഞാനൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാൾ പോലും ആയിട്ടില്ല. അതിനുമുമ്പ് ഞാൻ അല്ലാതെ ഡേ ആൻഡ് മൈ ലൈഫും അങ്ങനെയുള്ള കുറേ കണ്ടൻറ്റൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പിന്നെ ഇതാണ് ഇഷ്ടമെന്ന് തോന്നി, അതിലേക്ക് ഞാനങ്ങ് മാറി, അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു ഡോളർ കിട്ടുന്നുണ്ട് എല്ലാവരും പട്ടിണി കിടക്കുന്നു എന്നുള്ളൊരു ഡയലോഗ് നിങ്ങളങ്ങ് നിർത്ത്. ഒരു സത്യം പറയാം, ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് രേണുവൊക്കെ പട്ടിണി ഇല്ലാതെ കിടക്കുന്നത്. അത് ആദ്യം മനസ്സിലാകുക. ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു പട്ടിക്കുറുക്കനും തിരിച്ചറിയലായിരുന്നു. എതിരെങ്ങോട്ടേക്ക് വന്നിച്ച് പോകത്തേ ഉള്ളായിരുന്നു. ഈ റിയാക്ഷൻ വീഡിയോക്കാർ എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി ഇതിനെയൊക്കെ കാണാൻ പോകാൻ തുടങ്ങിയത്. അങ്ങനെയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അവിടെ ചെന്നിട്ട് കിടന്ന് കാണിക്കുന്ന റീലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, സത്യത്തിൽ പുള്ളിക്കാരിക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. സാധാരണ ഓരോ മനുഷ്യരൊക്കെ ഇനോഗ്രേഷൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, തിരിച്ചു പോരുക, ഇല്ല അതിനെപ്പറ്റി ഇരുന്നില്ല ഒരു വാക്കുകൾ പറയുക. ഇനി ഇരുന്നുണ്ട് ഞാനുമുണ്ട് അവിടെ, നിങ്ങളും വരുമോ എന്നൊക്കെ ചോദിച്ചാണ് സാധാരണ. പുള്ളി വലിയ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സാധാരണ ഒരു പരസ്യം ഇതായിട്ട് കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല. ഇത് ഒരുമാതിരി എന്നെ മൂട്ടി തീ പിടിച്ച മാതിരിയാണ് കിടന്ന് കാണിക്കുന്നത്. ഡാൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ കാണാനായിട്ട് കുറേ ആൾക്കാരും ഉണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വൾഗറായിട്ട് എവിടെയെങ്കിലും എന്നതിലൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ കുറേ അമ്മാവന്മാർ ഇറങ്ങിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിയുടെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഈ റിയാക്ഷൻ വീഡിയോക്കാർ എന്നതിലൊക്കെ പറഞ്ഞ് നിന്ന് പോകുമോ, ഇതൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ ഒന്ന് കാണും എന്നുള്ള വിഷമം കൊണ്ടായിരിക്കാം ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവർ, മക്കളെക്കുറിച്ച് ചിന്തയുള്ളവരൊന്നും ഇങ്ങനെയുള്ളവന്മാരൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ രേണുവിനെ മാത്രമല്ല ഇങ്ങനെ കാണിക്കുന്ന എല്ലാവരുടെയും വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. രേണുവിൻ്റെ മാത്രമല്ല. പിന്നെ രേണു ചിലർക്കൊക്കെ ഇങ്ങോട്ട് പ്രിയപ്പെട്ട അതൊക്കെ എനിക്ക് തോന്നുന്നത് അവരൊക്കെ ടീമിലുള്ള കുറേ ആൾക്കാരായിരിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചിനെ രേണു പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ഒരു പോകാനായിട്ട് അവർ തുടങ്ങുന്ന സമയത്ത് ആ കൊച്ചിനോട് യാത്ര പറഞ്ഞ സമയത്ത് ഇവരെ ഞെക്കിക്കൊണ്ടാണ് ഓരോരുത്തർ ഫോണും കൊണ്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവർക്കൊന്നും പറയാനില്ല. അന്നേരം ഇവർക്കൊന്നും പറയാം, നിങ്ങളൊന്ന് മാറി നിൽക്കും, ഞാനൊന്ന് മനസ്സമായിട്ട് എൻ്റെ കൊച്ചിനോട് പറഞ്ഞോട്ടെ എന്ന് പോലും പറയാനുള്ള ഇതവർക്കില്ലേ? ഓക്കേ ടാറ്റ ഉമ്മ. ഇങ്ങോട്ട് നോക്ക്, പെട്ടെന്ന് പറഞ്ഞേ. അല്ല പെട്ടെന്ന് പറഞ്ഞ അമ്മ കൊണ്ടുവരാൻ എങ്ങനെയുണ്ട്? പെട്ടെന്ന് പറഞ്ഞ അമ്മ കൊണ്ടുവരാൻ എയർപോർട്ടില് ഇതിനകത്തൊരു പറയുന്നൊരു കാര്യമുണ്ട്, പെട്ടെന്ന് വരണേ എന്ന്. ഇതിപ്പോൾ ആര് യാത്ര പറയുന്നത്? ഇത്രയ്ക്ക് വെളിവില്ലാത്ത ഇവരൊക്കെയാണ് എല്ലാവരും അത് പറഞ്ഞേച്ച് പെട്ടെന്ന് ആ വായി തന്നെ പറഞ്ഞിട്ട് പെട്ടെന്ന് വരണേ അമ്മയെ കൊണ്ടുവരാനെന്ന്. അതാണ് പറഞ്ഞത്. ഇവള് പഠിച്ച കള്ളിയാണെന്ന് പറഞ്ഞത്. അല്ലാതെ ഇവള് ഒരു നിഷ്കളങ്കയോ അല്ലെങ്കിൽ മനസ്സിൽ ഒന്നും വെക്കാതെ തുറന്നു പറഞ്ഞൊരു വ്യക്തി ഒന്നുമല്ല ഇവള് പഠിച്ച കള്ളിയാണ്. പിന്നെ ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദേവ് ആണ് ഇവൾക്കെതിരെ പരാതി കൊടുത്തേക്കുന്നത്. ഈ രേണുവിനെതിരെ പരാതി കൊടുത്തേക്കുന്നത്. ഈ വീഡിയോസ് ഇടുന്ന സമയത്ത്, ഈ രേണുവിൻ്റെ ഓരോ തോന്നിവാസങ്ങൾ ഇടുന്ന സമയത്ത് എൻ്റെ വീഡിയോയിൽ വന്ന് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നല്ലോ, എന്നാൽ പിന്നെ നിങ്ങളൊക്കെ ഇതൊന്ന് നിർത്തലാക്കാൻ എന്നേലും ഒന്ന് ചെയ്തുകൂടെ. പിന്നെ ചിലരൊന്ന് ചോദിക്കാറുണ്ട്, ഇതൊന്ന് കാണാതിരിക്കാൻ, ഇവളുടെ ഈ തോന്നിവാസങ്ങൾ കാണാതിരിക്കാൻ എന്നേലും വഴിയുണ്ടോ, ഇവളുടെ ഈ തോന്നിവാസം നിർത്താൻ എന്നേലും വഴിയുണ്ടോ, ഇങ്ങനെ ഒരുപാട് പേര് വന്ന് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. പിന്നെ ചാരും അതിന് വേണ്ടി അങ്ങനെയൊന്നും അനങ്ങായിരുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നതിലൊക്കെ ആയിട്ട് നിർത്തേണ്ടതാണ്. പക്ഷേങ്കിൽ നമ്മുടെ സൂരജ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല. കാര്യം നമ്മുടെ
ഉബൈദ് ചെയ്യുന്ന പോലെ തന്നെ സൂരജ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഇങ്ങനെ പൈസ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചേച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇത്ര, അപ്പോൾ അവരുടെ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുക്കുക. അപ്പോൾ അങ്ങനെ അവർക്ക് കുറേ ഫോളോവേഴ്സിനെ കിട്ടും. അങ്ങനെ ഒരു ഇത് വരുന്നത് അതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ഇതായിട്ട് ഇറങ്ങിക്കുന്നത്. അപ്പോൾ അവർ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ഒരു ഇത് ഷാപ്പിൽ എവിടെ കണ്ട് വെച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അതിന് ഫൈൻ അടയ്ക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. 50,000 രൂപയും കണ്ടാണ് വന്നത്. അത് ഞാൻ കണ്ടായിരുന്നു. പുള്ളി പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ട് എനിക്കിങ്ങനൊരു ഇത് വന്നു എന്ന് പറഞ്ഞ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് വീഡിയോസൊക്കെ കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഇതിനകത്ത് നമ്മുടെ ദേവ് പറയുന്നുണ്ട്. അതാണ് ഈ സൂരജ് എന്ന് പറയുന്ന ആൾ. അപ്പം ആ ആൾക്ക് ഷാപ്പിൻ്റെ വെച്ചൊരു വീഡിയോ എടുത്തതിന് ഫൈൻ അടിക്കാമെങ്കിൽ രേണു കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കും അത്ര നല്ല റീൽ എടുക്കുന്നതിന് പ്രശ്നമുണ്ടല്ലോ. അവരുടെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തതെന്നുള്ളത് അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനെപ്പറ്റി പലരും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേര് വിഷയം വന്നേക്കുന്നത് ആരുടെ പേരിലെന്നുള്ളത് ദേവ് തന്നെ പറയും. ഇതിനൊക്കെ വലിയ രസം എന്നാണെന്നറിയാം, രേണു എപ്പോൾ പോയാലും ഇവിടെ നിന്ന് കയറിപ്പോയി ദുബായിലോട്ട് പോയി കഴിഞ്ഞാൽ രേണുവിന് അന്നേരം ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പണി കിട്ടും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴത്തേക്ക് ബിഷപ്പിൻ്റെ ആയിരുന്നു കേസിൻ്റെ ആ ഒരു പ്രശ്നം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഈ പ്രാവശ്യം ദയവായി ഇത് ഇച്ചിരി പണി കിട്ടുന്നൊരു കേസാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്നാലും ദേവ് പറയുന്നൊന്ന് കേൾക്കാം. ഞാനേ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അത് ഇപ്പം വന്ന് കയറിയിട്ടുള്ളൂ. ഇപ്പം സമയം 4 മണിയായി, 4 മണി ആവുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ പോയത്. ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേരള സൈബർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സമീപനമാണ് എനിക്കിന്നുണ്ടായത്. ഞാൻ എന്തിനു വേണ്ടിയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രേണു സുധീയുടെ വിഷയങ്ങൾ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി കിട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ ഇവർ കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത ആ റീലുണ്ടല്ലോ, ഏതാ കുട്ടനാടൻ കായലിലെ പാട്ട്, ആ കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത ആ റീല്, അതും വേറെ 1-2 വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് സൈബർ സെല്ലിൽ കൊടുത്തു. സൈബർ സെല്ലിൽ പോയപ്പോഴേക്കും അവിടെ സാർ ഉണ്ടായിരുന്നു. സാറ് കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവർ കേസ് എടുത്തു, അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ്. ഇതിൽ ദേവ് പറയുന്നത് കറക്റ്റ് ആട്ടോ. എല്ലാവരും മിക്കവരും വീഡിയോയിൽ രേണുവിനെതിരായിട്ട് ആരൊക്കെ വീഡിയോ ചെയ്തോ അതിലെല്ലാം വന്നേച്ച് മിക്കവരും പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്ന് നിർത്തലാക്കാൻ എന്നേലും ഒരു നിയമമുണ്ടോ, ഇവരുടെ ഈ തോന്നിവാസങ്ങൾ നിർത്താൻ എന്നേലും ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരും അത് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഒത്തിരി പേര് എനിക്കിന്ന് അതുലിന് എതിരെ ഇങ്ങനെ കേസ് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഉണ്ടോ, അതൊക്കെ അങ്ങനെ നിലനിൽക്കുന്നൊന്നും എനിക്കറിയത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ രേണു കാണിക്കുന്ന തോന്നിവാസങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ, ഇപ്പം രേണു ചെയ്യാത്തൊരു കാര്യമാണ് ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യുന്നെങ്കിൽ ഓക്കെ, രേണുവിന് അത് പരാതിപ്പെടുക, അതിനൊരു നിയമ വഴികളുണ്ട്. പക്ഷേ ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി എന്നാന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കും. ഞാൻ എൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടു, അതെടുത്ത് ആ ആൾ റിയാക്ട് ചെയ്തു. അത് കാണിക്കുന്ന ആരെയാണ്? പോലീസുകാരെ തന്നെയല്ലേ കാണിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇനി കോടതിയിൽ പോയാലും അവിടെ അതിനല്ലോ നിങ്ങൾ എന്നാത്തിന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നു എന്നൊരു ചോദ്യമേ അവിടെ വരുള്ളൂ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും. എല്ലാത്തിനും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മളൊരു തമനയിൽ പോലും ഇട്ടാൽ അതിനകത്തൊരു വൾഗറായിട്ട് ചെറിയൊരു ഫോട്ടോ വന്നാൽ പോലും നമ്മുടെ ആ വീഡിയോ അവിടെ ഇതാകും. ചിലപ്പോൾ യൂട്യൂബ് തന്നെ എടുത്താൽ കളയും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക്. പക്ഷേ ഇവരൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, ഇതൊന്നും എടുത്ത് യൂട്യൂബ് കളയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അങ്ങനെ അതുപോലെ ഒരുപാട് പരിമിതികളോട് കൂടിയാണ്. പക്ഷേ ഇൻസ്റ്റയിൽ കിടന്നെങ്കിൽ നമുക്കൊന്നാമത് രേണുവിൻ്റെ ഇത്രയും വെറുപ്പ് വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 1-2 റീലൊക്കെ നമുക്ക് സഹിക്കാം. ഇത് 1-2 ഒന്നുമില്ല, അങ്ങ് വാരി വിതറുവാണ് ചെയ്യുന്നത്. അതും എത്ര വൾഗറായിട്ടൊക്കെ ഇടാൻ പറ്റുമോ അങ്ങനെയൊക്കെ തന്നെയാണ് ഇടുന്നത്. ഇപ്പോൾ എന്നാണേലും ദേവിനോട് ഒരുപാട് താങ്ക്സ് എല്ലാവരും പറയുന്നുണ്ട്. ആ കൂടെ ഞാനും പറയുന്നു കേട്ടോ, ഒരു താങ്ക്സ് പറയുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഡബിൾ മീനിങ് പറച്ചിൽ അത് സത്യമാണ്. ഡബിൾ മീനിങ് പറച്ചിൽ ഭയങ്കര കൂടുതലുണ്ട് രേണുവിന്. അതിപ്പോൾ ഈയിടെയൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട്, ഇച്ചിരി കൂടി നല്ല വേണ്ടാത്ത രീതിക്ക് അത് പറഞ്ഞ് ഇതാക്കുന്നുണ്ട് രേണുവിന്. അതൊരു രസമാണ് അങ്ങനെയുള്ള. പണ്ട് ഇത് പറഞ്ഞാൽ കഴുത കാമം കരഞ്ഞ് തീർക്കുന്ന മാതിരി പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരുടെ ആ ഒരു വികാരങ്ങളൊക്കെ തീർക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും ബാക്കി ഒരു കുടുംബത്തിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഒരു
സംസാര രീതിയാണ്, ഒരു നാട്ടിൻപുറ സംസാരമാണ്, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്നിങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ആരും തോന്നിവാസം കാണിക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഉണ്ടായിരിക്കാം, എല്ലാത്തിനും മനുഷ്യർക്ക് ഒരു പരിധികളുണ്ട്. ഇത് അതിനൊക്കെ അപ്പുറമാണ് പോയേക്കുന്നത്. അപ്പുറം മരിച്ചുപോയ ഒരു ഭർത്താവിൻ്റെ പേരും വെച്ച് ആളാകാൻ നോക്കി ഇത്രയും അവർക്ക് മാന്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ കൊണ്ടുപോകാതെ അവരത് നെഗറ്റീവാക്കി കൊണ്ട് അവർക്ക് ഇപ്പോഴും അതെ, അവർ ഈ റിയാക്ഷൻ മീഡിയക്കാരുടെ പേരിലൊക്കെ കേസ് കൊടുക്കും. ഞാൻ റിയാക്ഷൻ മീഡിയക്കാരുടെ പേരിൽ അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും എന്നൊക്കെ ഷെബീന ബീവിയൊക്കെ വിളിച്ച് തേറിക്ക് കണക്കും കയ്യുമില്ല. എന്നിട്ട് തന്നെ അവരെന്നെ ചെയ്തു? ഒന്നും ചെയ്യത്തില്ല. കാര്യം ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അവർ കാണിച്ചു കൂട്ടുന്ന അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ്. പിന്നെ ഒന്നത്, രണ്ടാമത് അവർക്ക് ഇഷ്ടമാണ് അവരെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്. അവരെ നെഗറ്റീവ് പറഞ്ഞ് കയറ്റിക്കൊണ്ട് വരണം തന്നെയാണ് അവരുടെ ആഗ്രഹം. ദയവ് പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേൾക്കാവേ. കാരണം രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, എനിക്കറിയില്ല എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അവർ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവർക്കും ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ ലിങ്കും അതുപോലെ സ്ക്രീൻഷോട്ടും ഫോട്ടോകളും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഫർദർ കാര്യങ്ങളൊന്നും എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷാപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. ഇപ്പോൾ നമ്മുടെ സൂരജിനും ഫൈൻ കിട്ടിയത് ആ ഒരു കേസിൻ്റെ ബേസിലാണ്. 2 വർഷം മുന്നേ നടന്ന ഒരു ഇഷ്യൂലാണ് ആ കേസ് വന്നത്. 20,000 രൂപ ഫൈൻ, 50,000 രൂപയായിരുന്നു, അത് 20,000 രൂപയായിട്ട് അദാലത്തിൽ വെച്ച് കുറച്ചു കൊടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ അവരും അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലയിൻറ്റ് റിസീവ്ഡ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്, അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു പേജ്. അടുത്ത പേജിൽ അതിൻ്റെ ബാക്കി ഭാഗം. പിന്നെ ഞാൻ കൊടുത്ത ലിങ്കുകൾ, കേസിന് വേണ്ടി അവർക്ക് സപ്പോർട്ടിങ് ലിങ്ക് കൊടുക്കണം, ഏതൊക്കെ വീഡിയോകളാണെന്നുള്ള ലിങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്നുള്ള ഇവരുടെ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട്, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സൈസിൽ കൊടുത്തത്. അപ്പോൾ അവർ ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രേണുവിൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട്. അതിനകത്ത് രേണുസുതി മാത്രമല്ല വന്നിരിക്കുന്നത്, കോഴിക്കോട് ദാസനുണ്ട്, പ്രതീഷുണ്ട്, അക്ഷയുണ്ട്. ഇവരുടെ പേരും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം രേണു മാത്രമല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് ഇവരുടെ പേരും കൂടി വെച്ചിട്ടാണ് ഞാൻ ആ കംപ്ലയിൻറ്റ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫർദർ എന്താണെന്നുള്ള ഫോളോ അപ്പ് ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മൂവ്. ഇത് ഒരു നല്ല കാര്യമാണ് ചെയ്ത. കാര്യം എന്ന് വെച്ചാൽ ദേവ് പറയുന്ന കറക്റ്റാണ്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ഫേസ്ബുക്ക് എന്നുള്ള സംഭവങ്ങൾ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഇടത്തരക്കാരൊക്കെയാണ് ആ ഒരു മേഖലയ്ക്ക്. ഈ ഇൻസ്റ്റ എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്നില്ല, ഈ കൊച്ചു പിള്ളേരാണ്. ഇപ്പോൾ ഈ വരുന്ന കുഞ്ഞു പിള്ളേർ പോലും ഇൻസ്റ്റയിൽ അക്കൗണ്ട് എടുക്കുക, അങ്ങനെ ഒരു രീതിയാണ് അവർ കാണിക്കുന്നത്. അവർക്ക് അതിനകത്ത് കയറി റീൽ കാണുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഇൻസ്റ്റയിൽ ഇല്ലാത്തൊരു കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ഇപ്പം ഒരു പേരൻസിൻ്റെ ഫോണിൽ തന്നെയാണെങ്കിലും അവർ ആ ഒരു ഐഡിയ എടുത്തിരിക്കും അവരുടെ പേരിലായിട്ട്. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും ആ ഒരു ഇതിലേക്ക് അങ്ങ് ഇതായിട്ടുണ്ട്. നമുക്ക് പിള്ളേരുടെ കയ്യിൽ നമുക്ക് ഫോൺ മേടിച്ച് വെക്കാം. എന്നാലും അവർ പഠിക്കാനായിട്ട് ഫോൺ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു പിള്ളേരാണെങ്കിൽ നമുക്ക് കൂടെ ഇരിക്കാം. അവർ എത്ര നേരത്തെ നമ്മൾ പഠിപ്പിക്കുമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഫോൺ കയറി ഒരു ഇച്ചിരി മുതിർന്ന കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക്, ഒരു 8ാം ക്ലാസ് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് അവർ തന്നെ ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഫോൺ വേണം, ഫോണിനകത്ത് നോക്കണം. ചിലപ്പോൾ അവരുടെ ഫോണായിരിക്കില്ല, പേരൻസിൻ്റെ ഫോൺ തന്നെയായിരിക്കും. കുഞ്ഞുങ്ങൾ ഇൻസ്റ്റയിൽ കയറിയിരുന്ന് അതിനകത്ത് ഇങ്ങനെ നമ്മൾ അടുക്കള ജോലി ചെയ്യുമോ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു അമ്മയായിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ വല്യമ്മമാരായിരിക്കും ഉള്ളത്. അമ്മയും അപ്പനും ജോലിക്ക് പോകുന്ന വീടുണ്ട് ഇല്ലേ, അവിടെ വല്യപ്പന്മാരോ ആയിരിക്കും ഉള്ളത്. അവർക്ക് ഒരു പക്ഷേ ഇതിനെപ്പറ്റി ഒരു ധാരണയും കാണത്തില്ല. പ്രായമായവർക്ക് അവരറിയുന്നുണ്ടായിരിക്കുകയല്ല. കുഞ്ഞുങ്ങളെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അവർ പഠിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വെച്ചേക്കുന്നു, അത്രേ അവരും ചിന്തിക്കത്തുള്ളൂ. കുറേ കഴിഞ്ഞ് എല്ലാം പിള്ളേർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇതിലേക്ക് അങ്ങ് വഷളായി കുഞ്ഞുങ്ങൾ തന്നെ വീഡിയോ വരെ എടുത്തിടാറുണ്ട് ഇല്ലേ. ഇതിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ആരാണ്? ഇവരെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാര്യം എന്നെ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. ബാക്കിയുള്ളൊരു സദാചാരമാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ മാന്യമായെന്ന് പറഞ്ഞിട്ട് മാന്യന്മാരായിട്ടും മാന്യത്തികളായിട്ടും കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇവർക്കിതൊന്നും വിഷയമായിരിക്കില്ല. ഇവരുടെ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നതിലോ അല്ലെങ്കിൽ ഇവരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകുന്നതിലോ ഇങ്ങനെയുള്ള വേഷം കെട്ടലും ഇങ്ങനെ ഈ വൾഗറായിട്ടുള്ള ഫോട്ടോസ് ഇടുന്നതും ഈ ഡബിൾ മീനിങ് പറയുന്നതും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങളും ചിലപ്പോൾ വീട്ടിൽ പറയുകയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർക്കത് തോന്നിവാസമായിട്ടും അവർക്കത് വേണ്ടതിനുമായിട്ടും തോന്നാത്ത. അതുകൊണ്ടാണ് അവർ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. എങ്ങനെയും ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് അവരുടെ വീട്ടിലുള്ളവർ കണ്ടോട്ടെ എങ്ങനെയും ജീവിച്ച് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് പേഴ്സണലായിട്ടാണ് വീഡിയോ അയച്ചു തരിക, നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നതിന്. എല്ലാവരും അത് സഹിക്കണമെന്നില്ല.
ആർക്കും സഹിക്കാൻ താല്പര്യമില്ല. ഒരുമാതിരി തോന്നിവാസങ്ങളും കൊണ്ട് വന്നേച്ച് ഒരുമാതിരി ഒരു അസ്ഥികൂടം പോലെ ഇരിക്കുന്നൊരു സാധനം ആ ബോഡി വെച്ച് നമ്മൾ ഇത്രയൊക്കെ കാണിക്കാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് ഉരുണ്ട് കൊഴുത്തായിരുന്നിരുന്നെങ്കിൽ എൻ്റെ അതായിരുന്നു തന്നെ ഇവൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ. ഏത് റീലെടുത്താലും മുന്നിലോട്ട് ഇങ്ങനെ വരും, വന്നേച്ചൊന്ന് കുറിഞ്ഞിരിക്കും, പിന്നെ അതുപോലെ പുറകോട്ട് പോകും. എന്നിട്ട് പിന്നെ സലീം കുമാറിൻ്റെ ഇതിനകത്ത് പറഞ്ഞ മാതിരി കുറേ മുദ്രകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതിന് ശേഷം ബായ്ക്ക് തിരിഞ്ഞ് 2 കുലുക്കം. ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ ഡാൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര ഡാൻസാണ്. പുള്ളിക്കാർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പുകളാണ്. ഇതൊക്കെ സ്വന്തമായിട്ടിരുന്ന് കാണട്ടെ. ആ കൊച്ച് ഇപ്പം ഞാൻ പിന്നെ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ രേണുവിൻ്റെ കൊച്ച് തന്നെ കേട്ടോ. ആ ഫോണിനകത്ത് നിറങ്ങാൻ ആ കൊച്ചിന് നേരമില്ല. നമ്മളിപ്പോൾ എപ്പോൾ നോക്കിയാലും ആ കുഞ്ഞ് ഫോണിലാണ് ആ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ രേണു പോകുന്നു. രേണു പോയിട്ട് അത്രയും ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ആ കുഞ്ഞിന് അതൊന്നും വിഷയമല്ല. ഇതിന് മുന്നെയൊക്കെ രേണു പോകുന്ന സമയത്ത് ഈ കുഞ്ഞ് ഫോൺ യൂസ് ചെയ്യുന്നതിന് മുന്നേ രേണു പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ കൊച്ച് രേണു ആ മുന്നിലിരിക്കുന്ന സീറ്റ് ഇരിക്കുമ്പോൾ ആ പുറകെ സീറ്റേ വന്ന് അതിൻ്റെ ചാരിയുള്ളൊരു നിപ്പുണ്ടായിരുന്നു. ഈ പ്രാവശ്യം രേണുവിനെ നോക്കുന്ന പോലും ഇല്ല. രേണു ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് പോലും നോക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഫോണിനിങ്ങനെ അഡിക്റ്റ് ആയിട്ടുള്ളത്. അതുങ്ങളൊക്കെ കണ്ടുവരുന്നത് ഈ മാതിരി വീഡിയോസുകളാണ്. രേണു മാത്രമല്ല കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെയും ഇതിനപ്പുറം ചെയ്യുന്ന കുറേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ കുറേ എണ്ണങ്ങളുണ്ട്. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുന്നില്ല, റിയാക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് അതൊക്കെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. രേണുവിനെ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാക്കുന്നത്. ഇതുപോലെ വരുന്ന എല്ലാവരുടെയും വീഡിയോസ് എടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് അവരിത്രയും പബ്ലിക്കിലേക്ക് വരുന്നില്ല. രേണുവിനെ ഈ തോന്നിയാസങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ഗ്യാങ്ങായിട്ട് കുറച്ച് പേരുണ്ട്. അതുകൊണ്ടാണ് രേണുവിനെ മാത്രമായിട്ട് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ ആരും വന്ന് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ട് വെറുതെ ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കേണ്ട. ഞാൻ വീഡിയോയിൽ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ കമൻറ്റ് ബോക്സിൽ വന്നേച്ച് നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ച് മറുപടി തരാനും എനിക്കറിയാം. വെറുതെ ഇരുന്ന് നിങ്ങൾക്ക് തന്നെ വിഷമമാകും, അവരെന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വെറുതെ എൻ്റെ അടുത്ത് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ആരും വരേണ്ട. അതും പ്രത്യേകിച്ച് ഇവളെ സപ്പോർട്ട് ചെയ്ത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവക്കാരിയായിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് ഇവരെ ആരെല്ലാം നെഗറ്റീവ് പറയുന്നു പറഞ്ഞാൽ എൻ്റെ വീഡിയോക്കത്തൊരു നെഗറ്റീവ് പറയുന്നു പറഞ്ഞാൽ ഞാൻ ഇവരെ കൊല്ലാൻ നിൽക്കത്തില്ലായിരുന്നു. ചെറിയ രീതിക്കേ ഉള്ളായിരുന്നു. ഇപ്പം ദേവ് ഇതിന് മുൻകൈ എടുത്തിറങ്ങാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ദേവ് ചെയ്യാത്തൊരു കാര്യത്തിന് ദേവിനെ ഇവരെല്ലാം കൂടി അനാവശ്യങ്ങൾ പറഞ്ഞായിരുന്നു. അതാണ് ദേവ് തെറ്റ് ചെയ്യാതെ തന്നെ ദേവിനെ പറഞ്ഞതുകൊണ്ടാണ് ദേവ് ഇത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചത്. അതുപോലെ തന്നെ ദേവിൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റാണ് വന്നേക്കുന്നത്. ഒരുപാട് പോസിറ്റീവായിട്ട് ഈ ദേവിൻ്റെ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ഒരുപാട് പേര് നന്ദി പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരാൾ ഇറങ്ങിയല്ലോ, ഇതിനൊരു തിരിച്ചടിയായിട്ട് ഇറങ്ങിയല്ലോ, ഈ ഒരു സംഭവത്തിന് വേണ്ടി എതിർത്തിറങ്ങിയല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് മോനെ നിനക്ക് നല്ലത് വരട്ടെ എന്നും പറഞ്ഞിട്ട് കാര്യം അതൊക്കെ അവർക്കൊക്കെ അറിയാം. ഇവളെത്ര മാത്രം ഒരു വൈറസ് മാതിരി ആയിക്കോണേ രേണു, ഒരു വൈറസ് അതുമാതിരി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പം രേണു ഇനി ഒരിക്കലും നമ്മളിത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിയമപരമായിട്ട് എന്നെ മുന്നോട്ട് പോയേക്ക് മാത്രമേ ഉള്ളൂ. രേണു ഇപ്പോൾ ബിഷപ്പിനെ ഒന്നും പറയുന്നില്ലല്ലോ. കൊടുക്കേണ്ട രീതിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മര്യാദയ്ക്ക് വായും പൂട്ടി കൂട്ടുകാരികൾക്കും ഇരിക്കാറായി, രേണുവിനും ഇരിക്കാറായി. ഇപ്പോൾ ഇവർക്ക് ആർക്കും അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കേണ്ട, കുറ്റങ്ങൾ പറയണ്ട, അദ്ദേഹത്തെ അനാവശ്യം പറയണ്ട, ഒന്നും വേണ്ട, മൗനായിട്ട്. മറ്റേത് രേണു വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും രേണു പറയുന്ന വിശപ്പുണ്ടോയെന്നാണോ ചോദിക്കുന്നത്. അങ്ങനെ കളിയാക്കി അല്ലെങ്കിൽ വിശപ്പെന്ന് ചോദിച്ചാൽ പറയും വിശപ്പുണ്ടോയെന്നാണോ ചോദിച്ചതെന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിച്ച് കളിയാക്കി നടക്കുന്നവളായിരുന്നു. ഇപ്പോൾ അവൾക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയേ വേണ്ട. എന്നാണ് കിട്ടേണ്ടിടത്തുനിന്ന് കിട്ടേണ്ട രീതിക്കുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് എന്ന് പറയുന്നത് ദേവ് ഇപ്പോൾ ഈ പോയേക്കുന്ന കാര്യത്തിന് എന്നതെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കത്തില്ല. രേണുവിനുള്ള പണി തന്നെയാണിത്. ഈ പ്രാവശ്യം ഇനി എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് കുറേ അവന്മാർ ചുറ്റിനും ചെല്ലും. ചേച്ചി അറിഞ്ഞോ ഞാനൊന്നും അറിഞ്ഞില്ല, സംഭവങ്ങളെല്ലാം ഞാനിപ്പോൾ വലിയ മിനിസ്റ്റർമാർ വരുന്ന മാതിരിയാണ് വരുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ല, സംഭവങ്ങളെല്ലാം ഒന്ന് ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാനൊന്നും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആലോചിക്കാം, എൻ്റെ പാർട്ടിക്കാരൊക്കെ ആയിട്ട് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന മാതിരിയാണ് പുള്ളിക്കാരുടെ വരവും കാര്യങ്ങളും കേട്ടാൽ. പക്ഷേ ഈ സംഭവം ദേവ് ഇന്നലെ വെളിവിട്ട വീഡിയോ ആണിത്. ഇന്നലെ തന്നെ ഇത് ഇവൾ കണ്ടിട്ടുമുണ്ട്, ഇവൾ അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഒന്നും അറിഞ്ഞിട്ടില്ല, അത് തന്നെ ഏറ്റവും വലിയൊരു നുണയാണ്. സത്യങ്ങൾ അവിടെ വായിന്ന് ഒരിക്കലും വരികയില്ല. എന്നാണേലും സുധി എന്ന് പറഞ്ഞ ഒരു കലാകാരൻ്റെ ഭാര്യയാണ്.
അദ്ദേഹം പോയതോടുകൂടി ഇത്രയും നാശങ്ങൾ ഒപ്പിച്ചു. അതുപോലെ പുള്ളിക്കാരി ഇന്നലത്തെ ആ ഒരു എയർപോർട്ടിൽ പോകുന്നിടത്ത് എയർപോർട്ടിൽ നിന്ന് പറയുന്നുണ്ട്, കൊറോണ സമയത്ത് സുധിച്ചേട്ടൻ ഞാനും പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയത്. കൊറോണ സമയത്ത് പൈസയ്ക്ക് സുധിച്ചേട്ടൻ നിങ്ങൾ മാത്രമല്ല ബുദ്ധിമുട്ടിയത്, കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് പാവങ്ങളുണ്ടായിരുന്നു. അരി പോലും മേടിക്കാൻ, വെള്ളം പോലും കുടിക്കാൻ നിവൃത്തിയില്ലാതെ ജീവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം ഓരോ വീടുകളിലൊക്കെ പൈപ്പ് കണക്ഷൻ മാത്രമാണ് എടുത്തുള്ളൂ. കുടിക്കാൻ അടുത്ത വീട്ടിൽ നിന്നായിരിക്കും വെള്ളം കോരുന്നത്. അവിടോട്ട് പോലും പോയി കോരി എടുത്തുകൊണ്ട് വന്ന് ആ പച്ചവെള്ളം കുടിക്കാൻ പോലും പറ്റാതെ ജീവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ വീടിൻ്റെ വാതിക്കെ മാത്രം വന്നൊരു കാര്യമല്ല, ഈ ലോകം മുഴുവൻ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതോടുകൂടി ഒരുപാട് പേരുടെ ബിസിനസ്, ഒരുപാട് ഞങ്ങളുടെയൊക്കെ ബസ് സർവീസ് എന്നൊക്കെ പറയുന്ന അങ്ങനെ തകർന്നു പോയതാണ് ആ സമയത്ത്. എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങിയോ അവിടെ ഇവിടെ കാണിച്ചുകൊണ്ട് വീഡിയോസ് എടുക്കാനും അതിൻ്റെ നിന്ന് ലാഭം കൊയ്യാനെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ മൈക്കാട് പണിക്ക് പോകാൻ മേലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊന്ന് ചോദിക്കുന്നവരോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഞങ്ങൾ ഒരിടവും കാണിച്ച് അവിടെ ഇവിടെ ഇതാക്കി മാന്യമായിട്ടല്ലാതെ നിങ്ങൾക്ക് കാണാൻ കൊള്ളാൻ മേലാത്തൊരു രീതിക്ക്, പക്ഷെ നിങ്ങൾ കാണാൻ കൊള്ളാൻ മേലത്തെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കാണാൻ കൊള്ളാവുന്ന അങ്ങനെ വല്ലതൊക്കെ ഇരുന്ന വീഡിയോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ആയിരുന്നേനെ. നിങ്ങളത് കാണാൻ വേണ്ടിയാണല്ലോ ഞങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്യാതെ മാന്യമായിട്ട് തന്നെ ഇരുന്നാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഈ മൈക്കാട് പണിക്ക് പോകാൻ പറയേണ്ട ആരാന്നറിയാമോ? നിങ്ങളുടെ രേണുക്കുണിയോട് പറയുക. കാര്യം പുള്ളിക്കാരിയുടെ ആ ഒരു മുണ്ടുടുപ്പും ആ ഒരു ബ്ലൗസും ആ ഷാപ്പിലെ വേഷം ഉണ്ടല്ലോ, കറക്റ്റാണ്, ആ ലുക്ക് കറക്റ്റാണ്. അവിടെ പോയി മൈക്കാട് പണി ചെയ്യാനായിട്ട് പറ്റിയ ഒരു ബോഡി ലാംഗ്വേജാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വയറും കാണിക്കാം, എല്ലായിടവും കാണിക്കാം, ആരും ചോദിക്കാനും വരത്തില്ല, പറയാനും വരില്ല. അങ്ങനെ പോയിട്ട് ഒരു മിറ്റും ഒന്ന് ആഞ്ഞ് തൂത്താൽ അവളെ വേർത്തവൾ കുഴഞ്ഞ് താഴെ വീഴും. ഒരു മേലനങ്ങി ഒരു പണിയും ചെയ്യാനായിട്ട് അവൾക്ക് പറ്റുന്നവളല്ല അവൾ. ഞങ്ങൾക്ക് വേറെയും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ ഇത് മാത്രമല്ല, ഇത് നിങ്ങളിൽ പലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് റിയാക്ഷൻ വീഡിയോയിലൂടെ വന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ ആരൊക്കെ രേണുവിനെ എതിർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുമോ? ഇത് ചിലപ്പോൾ ഞാൻ ഈ അവസാനം പറയുന്നുണ്ട്, ഈ ലൈക്കിൻ്റെ കാര്യം അപൂർവം കുറച്ച് പേരെ കുറേ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊരു വീഡിയോ ഇതായി കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം അറിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോയിരിക്കും. എങ്കിലും നിങ്ങളോട് ചോദിക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.